കോമ്പറ്റിറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ലാസ്റ്റ് ചാപ്റ്റർ 11 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 11 നിയമവും സമൂഹവും. നിയമത്തിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും. ആദ്യ നിയമസംഹിത, അതായത് ലോകത്ത് ആദ്യമായിട്ടൊരു നിയമങ്ങൾ എഴുതി വെക്കുകയും അതിനനുസരിച്ച് ഒരു രാജ്യത്തെ കൊണ്ടുപോവുകയും ചെയ്തത് എവിടെയാണ്? BC 3000 ബാബിലോണിയൻ രാജാവായ ഹമ്മുറാബിയാണ് ആദ്യ നിയമസംഹിത കൊണ്ടുവരുന്നത്. BC 3000 ബാബിലോണിയൻ രാജാവായ ഹമ്മുറാബി. ദെൻ സാമൂഹിക വഴക്കങ്ങൾ. അതിൻ്റെ ഡെഫിനിഷൻ: ഒരു പ്രത്യേക സാംസ്കാരിക സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. അതായത് ഒരു സൊസൈറ്റിയിലുണ്ടാകുന്ന റൂൾസ് ആൻഡ് നോംസ്, അത് ഒരു പ്രത്യേകമായിട്ട് എഴുതി വെച്ചതൊന്നല്ല, എങ്കിലും നമ്മളൊരു സമൂഹത്തിൻ്റെ ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നിയമങ്ങളുണ്ടാകും. അതാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ദെൻ എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. അത് ഓരോ ഇന്ത്യ, അമേരിക്ക, ഇങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. ദെൻ സൈബർ ലോകം. സൈബർ ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യം വിവര സാങ്കേതിക വിദ്യാ നിയമം വന്നത് 2000 വിവര സാങ്കേതിക വിദ്യാ നിയമം. ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യാ നിയമം, അതായത് IT ആക്ട് വന്നതെന്നാണ് 2000 വന്നത്. ദെൻ IT ആക്ട് സെക്ഷൻ 67. IT ആക്ട് സെക്ഷൻ 67 എന്താണ് പറയുന്നത്? ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം. ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം ആണ് IT ആക്ട് സെക്ഷൻ 67 പറയുന്നത്. ഇത് ചെയ്താലുള്ള ശിക്ഷ 3 വർഷം തടവും 5 ലക്ഷം പിഴ ആണ്. 3 വർഷം തടവ്, 5 ലക്ഷം പിഴ. ഇത് ആവർത്തിച്ചാൽ 5 വർഷം തടവും 10 ലക്ഷം പിഴ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നില്ല, പക്ഷേ ടീച്ചർ ഹാൻഡ് ബുക്കിൽ തന്നിട്ടുണ്ട്. IT ആക്ട് സെക്ഷൻ 67 ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം 3 വർഷം തടവ്, 5 ലക്ഷം പിഴ. ഇത് ആവർത്തിച്ചാൽ 5 വർഷം തടവ്, 10 ലക്ഷം പിഴ. ദെൻ സെക്ഷൻ 67A അറിയുന്നത് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമോ സംരക്ഷണമോ ചെയ്താൽ 5 വർഷം തടവ്, 10 ലക്ഷം പിഴ. സെക്ഷൻ 67A ഇലക്ട്രോണിക് രൂപത്തിലുള്ള ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമോ സംരക്ഷണമോ ചെയ്താൽ 5 വർഷം തടവ്, 10 ലക്ഷം പിഴ. ദെൻ 3 നിയമങ്ങളാണ്. വനസംരക്ഷണ നിയമം വന്നത് 1980 വന സംരക്ഷണ നിയമം 1980. സേവനാവകാശ നിയമം 2012. സേവനാവകാശ നിയമം 2012. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. വനസംരക്ഷണ നിയമം 1980. സേവനാവകാശ നിയമം 2012. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ദെൻ കുട്ടികളുടെ അവകാശങ്ങൾ. കുട്ടികളുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. ഫസ്റ്റ് ബാലവേല നിരോധന നിയമം 1986. ബാലവേല നിരോധന നിയമം വന്നത് 1986. 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ നിയമത്തിന് അണ്ടറിൽ വരുന്നത്. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ബാലവേലയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം വന്നിട്ടുള്ളത്. 2016 ഈ 1986 വന്ന നിയമത്തിന് ഭേദഗതി വന്നു. 14 വയസ്സുള്ളത് 18 വയസ്സാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ബാലവേലയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ബാലവേല നിരോധന നിയമം 1986.
14 വയസ്സ് വരെയുള്ള കുട്ടികളെ ബാലവേലയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടി 2016 ഭേദഗതി 14 വയസ്സ് 18 വയസ്സാക്കി മാറ്റി. ദെൻ വിദ്യാഭ്യാസ അവകാശ നിയമം. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട്. അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 2009 വരുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിരിക്കണം, അതുപോലെ അത് നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ദെൻ ബാലനീതി നിയമം 2015. ബാലനീതി നിയമം 2015. ദെൻ 2 ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകളുണ്ട് ഇന്ത്യയിൽ. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുണ്ട്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. കുട്ടികളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1908. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1908. ദെൻ പോക്സോ 2012. പോക്സോ 2012. പോക്സോയുടെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പോക്സോ 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമത്തിനെതിരെയാണ് പോക്സോ 2012 വന്നിട്ടുള്ളത്. 2012 നവംബർ 14 ഈ നിയമം നിലവിൽ വരുന്നത്. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത്. പോക്സോ 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമത്തിനെതിരെയാണ് ഈ നിയമം. 2012 നവംബർ 14 നിലവിൽ വരുന്നത്. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു നിയമം വന്നത്. ദെൻ എന്താണ് നിയമവാഴ്ച? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. ഓരോ രാഷ്ട്രത്തിലും ഓരോ നിയമ സംഹിതകൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഈ നിയമവാഴ്ച ഒരു രാജ്യത്ത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. പോലീസ്, അതുപോലെ കോടതികളും ഒക്കെ ഉണ്ട്. തർക്കപരിഹാര സംവിധാനങ്ങളാണ് കോടതികൾ. സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതി. ദേശീയ തലത്തിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതി ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ദെൻ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. കേരളത്തിലെ ഉയർന്ന കോടതി അപ്പോൾ കേരള ഹൈക്കോടതി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്താണ് കേരള ഹൈക്കോടതി ഉള്ളത്. ദെൻ കോടതിയുടെ ആ സ്ഥാനങ്ങൾക്കനുസരിച്ചുള്ള ശ്രേണി ഘടനയാണ്. ആദ്യം ദേശീയ തലത്തിൽ ഏറ്റവും ഉയർന്നു വരുന്നത് സുപ്രീം കോടതി, അതിന് താഴേക്ക് വരുമ്പോൾ ഹൈക്കോടതി, ദെൻ ജില്ലാ കോടതി, ദെൻ കീഴ്ക്കോടതികൾ. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി. താങ്ക് യു. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ മുഴുവൻ നമ്മൾ തീർത്തു. ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി 6ാം ക്ലാസ് 7ാം ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.